ഫൈനൽ എക്സാം ആയിരിക്കും PGക്ക് കേട്ടോ. അത് ഒന്നുകൂടി കൺഫേം ചെയ്യാൻ വേണ്ടി ഒന്ന് പോയതാ. ഓക്കെ, മോഡൽ ഉണ്ടാവില്ല, ഫൈനൽ എക്സാം ആണ്. ഓക്കെ, ടീച്ചർ വരുവട്ടെ ഇപ്പം. ഗുഡ് മോർണിംഗ്. എത്ര പേരുണ്ട്? 17 പേരല്ലേ? നമ്മൾ സ്ഥിരം കേരളവരൊക്കെ തന്നെയുള്ളൂ അല്ലെ? ഇപ്പൊ എക്സാം ഒക്കെ ആയി അറിയാലോ. ഡേറ്റ് നിങ്ങൾക്ക് വന്നിട്ടില്ലല്ലോ. എക്സാമിന്റെ ഡേറ്റ് നമ്മളൊന്നും വന്നിട്ടില്ലല്ലോ. ഇല്ല, വന്നിട്ട് തരും. അതിനനുസരിച്ച് നോക്കാം. പിന്നെ നമുക്കറിയാലോ. അപ്പൊ നിങ്ങൾ കുറച്ച് പോർഷൻസ് ഉണ്ട് പഠിക്കാനായിട്ട്. 6th, 7th മൊഡ്യൂള് ഓരോന്നിനും എല്ലാവരുടെ കൂടെ വരുമ്പോൾ പഠിക്കാനുണ്ട്. അപ്പൊ അത് കുറച്ചായിട്ടൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. ആരെങ്കിലും പഠിച്ചു തുടങ്ങിയോ? നിങ്ങൾക്ക് ഇനിയിപ്പോ ഇന്നും കൂടി എന്റെ ആ ഒരു ചാപ്റ്റർ 7th ചാപ്റ്റർ നമുക്ക് കഴിയും. അത് കഴിഞ്ഞ് നമുക്ക് ക്ലാസ്സിൽ റിവിഷൻ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സിലാണെങ്കിലും നിങ്ങൾ കുറച്ച് ആദ്യത്തെ 5th മൊഡ്യൂളിൽ നമ്മൾ എടുത്ത 1ാമത്തെ ചാപ്റ്റർ, 3ാമത്തെ ചാപ്റ്റർ, പിന്നെ അക്രഡിറ്റേഷന്റെ ആ കുറച്ച് സെക്ഷനുകൾ കാണേണ്ടിയില്ല. അപ്പൊ അത്രയും നിങ്ങൾ നോക്കി വെക്കുക ഒരു ക്ലാസ്സിൽ കേട്ടോ. പിന്നെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത 6ാമത്തെ മൊഡ്യൂളിലെ 2 ചാപ്റ്റർ നോക്കാം. പിന്നെ 7ാമത്തെ മൊഡ്യൂളിലെ 2 ചാപ്റ്റർ. അങ്ങനെ നമുക്ക് റിവിഷൻ ആയിട്ട് ചെയ്യാം. അപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ റെഡി ആക്കിക്കൊണ്ട് വരാം ചാപ്റ്ററുകളുള്ള. പിന്നെ മോക്ക് ടെസ്റ്റുകളൊക്കെ ആണെങ്കിലും നമുക്കൊന്ന് നോക്കി പോകാം. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഒരു റിവിഷൻ ആയിട്ട് കിട്ടും. അപ്പൊ ഇന്നത്തെ ക്ലാസ് കൂടി കഴിഞ്ഞിട്ട് ഇനിയുള്ള ക്ലാസ് നമുക്ക് റിവിഷൻ ആയിട്ട് പോകാം കേട്ടോ. റിവിഷൻ ആണെന്ന് പറഞ്ഞ് കയറാതിരിക്കരുത്. സാധാരണ ക്ലാസ് പോലെ തന്നെ പോകാം. അപ്പൊ നിങ്ങൾക്ക് കുറെയൊക്കെ നമുക്ക് ക്ലാസ്സിൽ ഇരുന്ന് തന്നെ പഠിക്കാലോ. ഓക്കെ, പഠിച്ചു തുടങ്ങിയവരുണ്ടാരെങ്കിലും ഒന്ന് ചോദിക്കട്ടെ. ബുക്കൊക്കെ വായിക്കാൻ തുടങ്ങിയ അശ്വതി ഇവിടെ ഒരു കമ്മിറ്റ് തന്നിട്ടുണ്ട്. വേറെ ആരെങ്കിലും ഉണ്ടാ? സനിലയൊന്നും പഠിച്ചു തുടങ്ങിയില്ലേ? കീർത്തി, ഇവിടെ സ്ഥിരം കേരള കുട്ടികളൊക്കെ ഉണ്ടല്ലോ അവിടെ. നിജ്മ, റെസ്പോണ്ടും ഇല്ലല്ലോ. പഠിച്ചു തുടങ്ങിയില്ലേ? ഇനി സമയമുണ്ട്. പഠിക്കാത്തവരൊക്കെ പഠിച്ച് തുടങ്ങുക കേട്ടോ. അപ്പൊ ഓക്കെ, കീർത്തി നമ്മുടെ പേജ് നമ്പർ ലാസ്റ്റ് സെക്ഷൻ അല്ല, എമർജൻസി കോഡ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചലഞ്ചസ്, ആ ലാസ്റ്റ് പാരഗ്രാഫ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ചലഞ്ചസ് ഓഫ് ഇംപ്ലിമെന്റേഷൻ. അപ്പൊ ഈ ഒരു ചാപ്റ്റർ ഇതും കൂടി ഉള്ളൂ. ഇന്ന് നമുക്ക് തീർക്കാം. കുറച്ചും കൂടി ഉള്ളൂ. അതിന്റെ 2-3 പാരഗ്രാഫ് പിന്നീട് കൺക്ലൂഷൻ പോലെ കുറച്ച് കൊടുത്തിട്ടുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് എക്സാമിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇട്ട് തരും കേട്ടോ. ഇവിടെ എക്സാമിന്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ഇട്ട് തരും. നമ്മൾ നേരത്തെ പറഞ്ഞുള്ളൂ. പോർഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് ഒക്കെ തീരാറായി കാണുമല്ലോ അല്ലെ? ടീച്ചേഴ്സിന്റെ ഒക്കെ ഒരുവിധം തീരാറായി കാണൂലേ? എല്ലാവരും 7th മൊഡ്യൂളിലെ ലാസ്റ്റ് ചാപ്റ്ററിലൊക്കെ ആയിരിക്കും നിൽക്കുന്നത്. പിന്നെ ചാപ്റ്റർ എന്റെ ഇന്നും കൂടി ഉള്ളൂ കേട്ടോ. ഇന്നും കൂടി ഉള്ളൂ. ഈ ചാപ്റ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്ലാസ്സിൽ, അതായത് നെക്സ്റ്റ് ട്യൂസ്ഡേ അല്ലേ നമുക്ക് വരുന്ന ക്ലാസ്. നെക്സ്റ്റ് ട്യൂസ്ഡേ വരുമ്പോൾ നിങ്ങൾ 1ാമത്തെ ചാപ്റ്റർ, 3ാമത്തെ ചാപ്റ്റർ, പിന്നെ 8th ചാപ്റ്ററിൽ നമ്മൾ എടുത്ത സെക്ഷനില്ലേ അതും കൂടി അത്രയും ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് നോക്കിയിട്ട് വരാം.
അപ്പൊ ആ ഭാഗത്ത് നിന്നുള്ള മോക്ക് ടെസ്റ്റുകൾ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് അത് ആ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഓൾമോസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയാ പഠിക്കാൻ പറ്റുമല്ലോ. അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും ഞാൻ കൊണ്ടുവരും. അപ്പൊ ആ സെക്ഷനിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. പിന്നെ ഇന്ന് ഈ ക്ലാസ് കൂടി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ട്യൂസ്ഡേ മുതൽ റിവിഷൻ തരാം. അപ്പൊ പിന്നെ നിങ്ങൾക്ക് എളുപ്പമായിരിക്കുമല്ലോ, കുറെയൊക്കെ നമുക്ക് ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിക്കുകയും ചെയ്യാം. ഓക്കെ അല്ലേ? ഇതാണ് ആരും ഒരു ഇതില്ലാത്തോളം ഒരു അച്ചീവല്ലല്ലോ. നമ്മൾ കുറച്ച് ഇവിടെ എക്സാമിന്റെ ഡേറ്റ് വന്നേ ഉള്ളൂ കേട്ടോ. ഡേറ്റ് ആയിട്ടില്ല എങ്കിലും ഞാൻ പറഞ്ഞുള്ളൂ. നമുക്ക് ക്ലാസ്സിൽ തന്നെ പഠിക്കാം. നിങ്ങൾക്കിപ്പോ കുറച്ച് നേരത്തെയാണെന്ന് തോന്നുന്നു. പോർഷൻസ് ഒക്കെ ഒരുവിധമൊക്കെ തീരാറായിട്ടുണ്ടെന്നാ പറഞ്ഞ എല്ലാവരും. അപ്പൊ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാനുള്ള ഒരു സമയം കിട്ടും. ചില കഴിഞ്ഞ ബാച്ചിലൊന്നും നമുക്ക് റിവിഷൻ അങ്ങനെ അധികം ടൈം കിട്ടിയില്ല. അവര് പറഞ്ഞു നിങ്ങൾക്ക് റിവിഷൻ വേണമെന്ന് അവര് പറയുന്നത്. പക്ഷെ റിവിഷൻ ആകുമ്പോൾ നമുക്ക് ക്ലാസ്സിൽ നിന്ന് തന്നെ കുറെ പഠിക്കാമല്ലോ. ക്ലാസ്സിൽ ഇരുന്ന് തന്നെ 1 മണിക്കൂർ ക്ലാസ് കിട്ടുമ്പോൾ അത്രയും ചാപ്റ്റേഴ്സിന് കവർ ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പോകുമ്പോൾ ക്ലാസ്സിൽ തന്നെ നമുക്ക് കുറച്ച് പഠിച്ച് തീർക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കിയേ ചലഞ്ചസ് ഓഫ് ഇംപ്ലിമെന്റേഷൻ. അപ്പൊ ഈ എമർജൻസി കോഡുകള് ഹോസ്പിറ്റലില് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നടപ്പിലാക്കുന്നതിന് കുറച്ച് വെല്ലുവിളികളുണ്ട്. അതാണ് നമ്മൾ നോക്കുന്നത്. ഇത് ഇതുപോലെ അണ്ടർലൈൻ ചെയ്ത് തരാം. പാരഗ്രാഫ് ഫുള്ള് ബൈക്കാട്ട് ചെയ്യേണ്ട, അണ്ടർലൈൻ ചെയ്ത് തരാം. അത് നോക്കിയാൽ മതി നിങ്ങൾ. അപ്പൊ നമ്മൾ ആദ്യത്തെ പാരഗ്രാഫിൽ എന്താ പറഞ്ഞത്? കുറച്ച് പറഞ്ഞു തുടങ്ങിയായിരുന്നു നമ്മൾ അല്ലെ. One of the primary problem of the hospital emergency response code system in general is the lack of national standardization. ഒന്നാമത്തെ ഒരു കാര്യം എന്താ പറഞ്ഞേക്കുന്നത്? ഒരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്രോബ്ലം എന്താ? ഈ ഹോസ്പിറ്റൽ എമർജൻസി റെസ്പോൺസ് കോഡുകള് ഹോസ്പിറ്റലിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് ഒന്നാമത്തെ ഒരു ജനറൽ ആയിട്ടൊരു കാര്യം എന്ന് പറഞ്ഞ ഏതാണ്? നാഷണൽ സ്റ്റാൻഡർഡൈസേഷൻ. ഒരു ദേശീയ നിലവാരത്തിന്റെ അഭാവം. അതാണ് ഒരു വലിയൊരു പ്രോബ്ലം. സ്റ്റാൻഡർഡൈസേഷന്റെ കുറവ്. നാഷണൽ സ്റ്റാൻഡർഡൈസേഷൻ. എല്ലാ ബോർഡുകളും എല്ലായിടത്തും ഒരേപോലെ നിന്നാൽ മാത്രല്ലേ നമുക്കത് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഒരു ദേശീയ നിലവാരത്തിന്റെ അഭാവം ഇതാണ് ഒന്നാമത്തെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. ഈ ഹോസ്പിറ്റൽ എമർജൻസി കോഡുകള് ഹോസ്പിറ്റലിലെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഇത് ലാക്ക് ഓഫ് നാഷണൽ സ്റ്റാൻഡർഡൈസേഷൻ. അണ്ടർലൈൻ ചെയ്തിടണോട്ടോ അത്. lack of hospital standardization, national standardization. Although some emergency response codes such as code blue and code red are universal around the world. നമ്മൾ പറഞ്ഞല്ലേ ലോകവ്യാപകമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കോഡാണ് കോഡ് ബ്ലൂവും കോഡ് റെഡും. അതെല്ലായിടത്തും അതുപോലെ തന്നെയാ. കോഡ് ബ്ലൂ എന്തിനാണ്? കോഡ് ബ്ലൂ ഏതായാലും കാർഡിയാക് അറസ്റ്റ് സംബന്ധമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിനെ എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അത് മറ്റുള്ള സ്റ്റാഫിനെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ കോഡ് ബ്ലൂ എന്ന് പറയുന്നത്. ഈ കോഡ് റെഡ് എന്തായിരുന്നു? ഫയർ. ഇത് രണ്ടും യൂണിവേഴ്സൽ ആണ്. യൂണിവേഴ്സൽ അറൌണ്ട് ദ വേൾഡ്. ലോകവ്യാപകമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള കോഡ് തന്നെയാണ് കോഡ് ബ്ലൂവും കോഡ് റെഡും. എല്ലാ ഹോസ്പിറ്റലിലും അത് തന്നെയാണ്. അതിന് അധികം വേരിയേഷൻസ് ഇല്ല. ലോകവ്യാപകമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള കോഡാണ് കോഡ് ബ്ലൂ, കോഡ് റെഡ്. Many of the other codes are not consistent. എന്നാൽ മറ്റു കോഡുകളോ? മറ്റുള്ള കോഡുകൾക്ക് അധികം സ്ഥിരതയില്ല. നോട്ട് കൺസിസ്റ്റന്റ്. അത് സ്ഥിരതയില്ല. അത് വ്യത്യാസം വരാം. ചിലപ്പോൾ ഈ ഹോസ്പിറ്റലിലുള്ള കോഡായിരിക്കണമെന്നില്ല വേറെ ഹോസ്പിറ്റലില് ആ കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എന്താ പറഞ്ഞത്? മറ്റുള്ള കോഡുകൾക്ക് വ്യത്യാസം വരാം. എന്നാൽ കോഡ് ബ്ലൂവും കോഡ് റെഡും ലോകവ്യാപകമായിട്ട് ഏതാണ്? അത് നമ്മൾ യൂണിവേഴ്സൽ കോഡ് തന്നെയാണ്. യൂണിവേഴ്സൽ അറൌണ്ട് ദ വേൾഡ്. വേൾഡ് ലോകം മുഴുവനും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള കോഡ് തന്നെയാണ് റെഡ്. മറ്റുള്ള കോഡുകൾക്ക് സ്ഥിരതയില്ല. വേരി ചെയ്യാം. Each color code have various meaning across the different states or country. ഓരോ കളർ കോഡുകൾക്കും പല മീനിങ് ഉണ്ട്. പല സ്റ്റേറ്റില് പല രാജ്യങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ഓരോ കളർ കോഡുകൾക്കും പല മീനിങ് ഉണ്ട്. Each hospital or hospital association is responsible for developing its own emergency code. ഓരോ ഹോസ്പിറ്റലും ഹോസ്പിറ്റൽ അസോസിയേഷനും ഉത്തരവാദിത്വമുണ്ട്. എന്ത്? അവരുടേതായ സ്വന്തം കോഡുകള് ഡെവലപ്പ് ചെയ്യുന്നതിന് ഉത്തരവാദിത്വമുണ്ട്. ഉണ്ടോ?
Each hospital or hospital association is responsible for developing its own emergency code. ഓരോ ഹോസ്പിറ്റലിനും എന്താണ് അവരുടേതായ എമർജൻസി കോഡുകള് വികസിപ്പിക്കുന്നതിന് ഉത്തരവാദിത്വമുണ്ട്. Some hospitals use number code system rather than others. ഇനി ചില ഹോസ്പിറ്റലുകളിലെ നമ്പർ കോഡുകളായിരിക്കും, കളർ കോഡുകൾക്ക് പകരം ചില ഹോസ്പിറ്റൽസിൽ എന്താണ് നമ്പർ കോഡുകളായിരിക്കും. അതൊന്ന് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞാൽ അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. Some hospitals use number codes. ഇനി ചില ഹോസ്പിറ്റലില് ഏതാണ് നമ്പർ കോഡുകളാണ് ഉപയോഗിക്കുന്നത് ഏതിനേക്കാളും rather than others. മറ്റുള്ള കളർ കോഡുകൾ മറ്റുള്ള കോഡുകൾക്ക് കളർ കോഡുകൾക്ക് പകരം ചില ഹോസ്പിറ്റലുകളിൽ നമ്പർ കോഡുകളാണ് ഉപയോഗിക്കുന്നത്. When these codes are developed independently by the hospital, there is a variability. ഇവിടെ വരെയല്ല നമ്മൾ പറഞ്ഞത്, ഈ ഒരു സെന്റൻസ് കൂടി പറഞ്ഞായിരുന്നു അല്ലേ? അതെ. When these codes are developed independently, അപ്പൊ ഓരോ ഹോസ്പിറ്റലും ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്വതന്ത്രമായിട്ട് ഇങ്ങനെ കോഡുകൾ വികസിപ്പിക്കുമ്പോൾ എന്ത് പറ്റും? There is a variability. ഇത് വ്യത്യാസം വരാം. And overlap between the hospital. ഹോസ്പിറ്റലുകളിൽ ഓവർലാപ്പും അതുപോലെ തന്നെ അതിന് വ്യത്യാസം വരാം. ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു കോഡ്, ഒരു കളറ്, അതിന് ആ കളർ കോഡ് പറയുന്നത് ചിലപ്പോൾ വേറൊരു ഹോസ്പിറ്റലിൽ ആ കളർ തന്നെ വേറൊരു എമർജൻസി ആയിരിക്കും കാണിക്കുന്നത്. അതാ നമ്മൾ സ്വന്തമായിട്ട് കോഡുകള് ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കാം? There is a variability and overlap between the hospital. ഹോസ്പിറ്റലുകൾക്കിടയിൽ ഓവർലാപ്പ് വരാനും വ്യത്യാസം വരാനും സാധ്യതയുണ്ട്. And a great deal of variance. അതിന് വ്യതിയാനം വരാം, വ്യതിയാനം സംഭവിക്കാം. There is which can be source of confusion and critical moments to healthcare personnel. അപ്പൊ നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റല് ഇൻഡിപെൻഡന്റ് ആയിട്ട് അവര് സ്വതന്ത്രമായിട്ട് കോഡുകൾ വികസിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കാം? വേരിയബിലിറ്റി വരാം, വേരിയബിൾ ആകാം, വ്യത്യാസം വരാം. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? Which can be a source of confusion. കൺഫ്യൂഷൻ ഉണ്ടാകാം. At the critical moments to healthcare personnel. Healthcare staffുകൾക്ക് ആ അത്യാവശ്യ അപകടകരമായിട്ടുള്ള ക്രിട്ടിക്കൽ സംഭവത്തിന് കൺഫ്യൂഷൻ ഉണ്ടാകാം. ചിലപ്പോ ഈ ഹോസ്പിറ്റലില് ഈ കോഡ് ഇതിനെ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ ചിലപ്പോ വേറെ ഹോസ്പിറ്റലിൽ ആ സെയിം കളർ തന്നെ വേറെ എമർജൻസിനെ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ആ ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിൽ അവർക്കൊരു പെട്ടെന്ന് നിർണായകമായിട്ടുള്ള ആ ഒരു ഘട്ടത്തില് എന്താണെന്ന് ഒരു ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ചിലപ്പോ അവർക്കിടയിൽ എന്ത് സംഭവിക്കാം? ഒരു കൺഫ്യൂഷൻ വരാം ആണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. Which can be a source of confusion at a critical moments to healthcare personnel. Healthcare staffന്റെ ഇടയിൽ എന്ത് സംഭവിക്കാം? അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാം. Okay. Okay, this variability this variability also mitigate ചെയ്യാന്ന് വെച്ചാൽ ലഘൂകരിക്കുക. This variability may be also mitigate the effectiveness and the speed of response in critical events. അപ്പൊ ഇങ്ങനെ വ്യത്യാസം വരുമ്പോഴോ എന്ത് പറ്റും? മിറ്റിഗേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ലഘൂകരിക്കുക. എഫക്റ്റീവ്നെസ് അതിന്റെ ഫലപ്രാപ്തി. ആൻഡ് സ്പീഡ് ഓഫ് റെസ്പോൺസ് ആ റെസ്പോണ്ട് ചെയ്യുന്ന സ്പീഡ് ഇല്ലേ അങ്ങനെയുള്ളതില് എന്ത് സംഭവിക്കാം? വ്യത്യാസം വരാം. നമുക്കൊരു പെട്ടെന്ന് ഒരു കൺഫ്യൂഷൻ ആവാണ്, ഏതാണ് ഏത് എമർജൻസി ആണെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് സംഭവം? അപ്പൊ എന്താ ഹെൽത്ത് കെയർ സ്റ്റാഫിന് അവർക്കിടെ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്ന അതിന്റെ ഫലപ്രാപ്തി അത് എന്ത് ചെയ്യാം? മിറ്റിഗേറ്റ് ചെയ്യാം, ലഘൂകരിക്കാം, അത് കുറയ്ക്കാം അല്ലെ? അവരൊരു സെക്കൻഡ് നമ്മളെ ഏതാണെന്നുള്ളൊരു കൺഫ്യൂഷൻ വരും അവർക്ക്. പല ഹോസ്പിറ്റലുകളും സ്വതന്ത്രമായിട്ട് കോഡുകൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ വികസിപ്പിക്കുമ്പോൾ ഹോസ്പിറ്റൽസിന് ഇടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഹെൽത്ത് കെയർ സ്റ്റാഫിന് ആ നിർണായകമായ ഘട്ടത്തില് പെട്ടെന്ന് അതിന് തീരുമാനമെടുക്കാനുള്ള അല്ലെങ്കിൽ അതിന് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാനുള്ള സ്പീഡ് കുറയ്ക്കും. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ.
This variability may also mitigate the effectiveness and the speed of response in critical events. നിർണായകമായിട്ടുള്ള സംഭവങ്ങളിൽ റെസ്പോണ്ട് ചെയ്യാനുള്ള സ്പീഡ് അതിന്റെ ഫലപ്രാപ്തി ഇതിനെയൊക്കെ ലഘൂകരിച്ചേക്കാം. ശരിയല്ലേ പറയണേ? അവർക്കൊരു കൺഫ്യൂഷൻ ആകുമ്പോ പെട്ടെന്ന് ഏതാണ് ഇപ്പൊ കറക്റ്റ് ഇതാണെങ്കിൽ അല്ലെ പെട്ടെന്ന് അതിനെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അവർക്ക് പേഴ്സണൽ സ്റ്റാഫിന് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആ എമർജൻസി സിറ്റുവേഷനിൽ റെസ്പോണ്ട് ചെയ്യാനുള്ള ഫലപ്രാപ്തി അവർക്ക് കുറയാം, മിറ്റിഗേറ്റ് ചെയ്യാം, അത് ലഘൂകരിക്കാം. Besides, the lack of uniformity in emergency codes critical events are often defined difficulty between the hospitals. No, അതിന്റെ കൂടാതെ ആ യൂണിഫോമിറ്റിയുടെ ഒരു കുറവോ എമർജൻസി കോഡുകളുടെ ആ ഒരു അഭാവത്തിന് besides the lack of uniformity in emergency code, എമർജൻസി കോഡ്സിന്റെ അഭാവം അതിന് പുറമെ നിർണായകമായിട്ടുള്ള പല സംഭവങ്ങളെയും ഹോസ്പിറ്റല് വ്യത്യസ്തമായിട്ട് നിർവചിക്കാറുണ്ട്. ആ കോഡുകളുടെ യൂണിഫോമിറ്റിക്ക് പുറമെ തന്നെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള സംഭവങ്ങളെ എന്ത് ചെയ്യാം, അതിനെ തെറ്റായിട്ടുള്ള രീതിയിൽ വളരെ വ്യത്യസ്തമായിട്ട് അത് നിർവചിക്കാറുണ്ട്. എക്സാമ്പിൾ അവിടെ പറയുമ്പോ കുറച്ചുകൂടി ക്ലിയർ ആവും. ഫോർ എക്സാമ്പിൾ, ഫയർ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഇന്റേണൽ ഡിസാസ്റ്റർ ഇൻ സം ഹോസ്പിറ്റൽ. ഇനി ചില ഹോസ്പിറ്റലുകളില് ഈ ഫയറിനെ എന്തിലാണ് ഉൾപ്പെടുത്തിയേക്കുന്നത്? ഇന്റേണൽ ഡിസാസ്റ്ററിലാണ് ഉൾപ്പെടുത്തിയേക്കുന്നത്. ഉണ്ടാവും. അതിന്റെ യൂണിഫോമിറ്റിയുടെ ഒരു കുറവ്, ആ യൂണിഫോമിറ്റിയുടെ അഭാവത്തിന് പുറമെ എന്താ അവർ ആ സംഭവങ്ങളെ വ്യത്യസ്തമായിട്ട്, ആ ക്രിട്ടിക്കൽ ഇവന്റ്സ്, ആ ക്രിട്ടിക്കൽ സംഭവങ്ങളെ അവര് വ്യത്യസ്തമായിട്ട് നിർവചിക്കാം. അതായത് ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞേക്കാണ്, കോഡ് ചില ഹോസ്പിറ്റലില് ഈ എമർജൻസി കോഡ് അവിടെ ഫയർ അത് ഏതിനകത്താണ് ഉൾപ്പെടുത്തിയേക്കുന്നത്? ഇന്റേണൽ ഡിസാസ്റ്ററിലാണ് ചില ഹോസ്പിറ്റലിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. In some hospital, whereas in others, each has its own code. എന്നാൽ ചില ഹോസ്പിറ്റലിൽ എന്തുണ്ട്? അതിന്റേതായ കോഡ് ഉണ്ട്. ഏതാ? ഫയർ കാണിക്കുന്ന കോഡ് ഹോസ്പിറ്റലിലെ കോഡ് ഏത് കോഡാ? റെഡ്. ഓക്കെ, വെരി ഗുഡ്. അശ്വതിയുടെ ടൈപ്പിന്റെ കോഡ് റെഡ് അല്ലേ? എന്താ പറഞ്ഞേക്കുന്നത്? അപ്പൊ അതങ്ങനെ വേരിയേഷൻസ് വരാം. ആ എമർജൻസി കോഡുകളുടെ ഒരു യൂണിഫോമിറ്റി, അതിന്റെ അഭാവം, അതിന് പുറമെ ഈ സംഭവങ്ങളെ ഹോസ്പിറ്റല് വ്യത്യസ്തമായി നിർവചിക്കാറുണ്ട്. അതായത് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞേക്കാണ്, ചില ഹോസ്പിറ്റലില് അവിടെ ഫയറിനെ ഏതിലാണ് ഉൾപ്പെടുത്തിയേക്കുന്നത്? ഇന്റേണൽ ഡിസാസ്റ്ററിലാണ് ഉൾപ്പെടുത്തിയേക്കുന്നത്. എന്നാൽ ചില ഹോസ്പിറ്റലുകളിൽ എന്തുണ്ട്? അതിന് അതിൻ്റെതായ കോഡ് ഉണ്ട്. അതായത് നമ്മള് ഫയർ ഏതാ? കോഡ് റെഡ് ആണ്. ചില ഹോസ്പിറ്റലുകൾക്ക് അതിൻ്റെതായ കോഡ് ഉണ്ട്. Healthcare workers move frequently between the hospitals and may work at more than one hospital. ഇനി നോക്കിയേ, ഇനി ഹെൽത്ത് കെയർ സ്റ്റാഫുകള്, ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഇനി എന്താ ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ തന്നെയല്ല അവർ വർക്ക് ചെയ്യുന്നത് അല്ലെ? ഇപ്പൊ ഡോക്ടർ ആയിക്കോട്ടെ, നേഴ്സ് ആയിക്കോട്ടെ, മറ്റൊരു വർക്കേഴ്സ് ചിലപ്പോ ഷിഫ്റ്റ് ആയിരിക്കും. അപ്പൊ അവര് വേറെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാലോ. ആ ഹോസ്പിറ്റലിൽ നിന്ന് മൂവ് ചെയ്യുമ്പോഴും ഇപ്പൊ കുറച്ചുനാൾ ഇവിടെ സർവീസ് കഴിഞ്ഞു, ഇനി വേറെ ഹോസ്പിറ്റലിൽ പോകണം, അങ്ങനെ സംഭവിച്ചാലും ഒന്നിലധികം ഹോസ്പിറ്റലിൽ അവർ വർക്ക് ചെയ്യുകയാണെങ്കിലോ എന്ത് പറ്റും? റിസൾട്ടിങ് ഇൻ ആൻ ഇൻഎബിലിറ്റി ടു റിമെമ്പർ ആൻഡ് റെസ്പോണ്ട് ടു ദ റൈറ്റ് കോഡ് അറ്റ് ദ റൈറ്റ് ടൈം. ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഹോസ്പിറ്റലുകൾ ഇടയ്ക്കിടയ്ക്ക് മാറുമോ, അല്ലെങ്കിൽ അവര് ഷിഫ്റ്റ് പോലെയൊക്കെ ജോലി ചെയ്യുകയാണെങ്കിൽ അപ്പൊ അവർക്ക് എന്ത് സംഭവിക്കാം? ശരിയായ സമയത്ത് ശരിയായ കോഡ് ഓർക്കാൻ പറ്റൂല അവർക്ക്. അങ്ങനെ വരികയാണെങ്കിൽ ഈ ഹെൽത്ത് കെയർ വർക്കേഴ്സിന് ശരിയായ സമയത്ത് ശരിയായ കോഡ് ഓർക്കാനും അതിനോട് പ്രതികരിക്കാൻ കഴിയാതെ വരും. അതായത് ഈ ഹോസ്പിറ്റലിൽ നമ്മൾ ഇത്ര നാളെ ഷിഫ്റ്റ് ആണ്, ഈ ഹോസ്പിറ്റലിൽ ഈ കോഡ് ഇങ്ങനെയാണെങ്കിൽ വേറെ ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലുമ്പോൾ അത് വേറെ എമർജൻസി ആയിട്ട് ടീച്ചർ പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് ആ കോഡ് ഏതാണ് ശരിയായ സമയത്ത് ആ കോഡ് ഓർക്കാൻ ചിലപ്പോൾ പറ്റാതെ വരാം. അവർക്കിടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞേക്കുന്നത്
ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഹോസ്പിറ്റല് ഇടയ്ക്കിടയ്ക്ക് മാറുകയോ അല്ലെങ്കിൽ അവര് ഒന്നിലധികം ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പൊ ശരിയായ സമയത്ത് അവർക്ക് ശരിയായ കോഡുകള് ഓർക്കാനും അതിനോട് പ്രതികരിക്കാനുമുള്ള കഴിവ് അത് കഴിയാതെ വരും അവർക്ക് കറക്റ്റ് ആയിട്ട് ഓർത്ത് അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ കഴിയാതെ ചിലപ്പോ വരാം. In some countries, ഇനി ചില രാജ്യങ്ങളിൽ നോക്കിയേ, such as England and Canada, use a national standardized set of emergency hospital. ഇനി ചില രാജ്യങ്ങളിൽ ഇംഗ്ലണ്ടിലും കാനഡയിലും ഒക്കെ ഒരു നാഷണൽ സ്റ്റാൻഡർഡൈസ്ഡ് സെറ്റ് ഓഫ് എമർജൻസി കോഡുകൾ ഒരു ദേശീയ ഒരു നിലവാരത്തിലുള്ള ഹോസ്പിറ്റലുകൾ എന്ത് ചെയ്തിട്ടുണ്ട് അവര് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇംഗ്ലണ്ടിലും കാനഡയിലും. This means that ഇതെന്താ ഉദ്ദേശിക്കുന്ന ഒരു നാഷണലായി സ്റ്റാൻഡർഡൈസ്ഡ് സെറ്റ് ഓഫ് എമർജൻസി കോഡ് അതെന്താ മീൻ ചെയ്യുന്നത് that every hospital uses the same communication technology. ടെക്സ്റ്റ് ഒന്ന് നോക്കിയേ, ഇവിടെ ടെക്നോളജി എന്നാണോ കിടക്കണേ നോക്കിയേ, സെയിം കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി കറക്റ്റ് ആണോ നോക്കട്ടോ. Technology to communicate during the emergency situation. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. ഇംഗ്ലണ്ടിലും കാനഡയിലും ഒരു നാഷണലി സ്റ്റാൻഡർഡൈസ്ഡ് സെറ്റ് ഓഫ് എമർജൻസി ടെക്നോളജി എന്നാക്കണം കേട്ടോ. ടെക്നോളജി TECHNOLOGY ടെക്നോളജി ആണത്. കമ്മ്യൂണിക്കേഷൻ സെയിം കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇംഗ്ലണ്ടിലും കാനഡയിലും നാഷണലി സ്റ്റാൻഡർഡൈസ്ഡ് സെറ്റ് ഓഫ് എമർജൻസി ഹോസ്പിറ്റൽ കോഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു. നാഷണലി സ്റ്റാൻഡർഡൈസ്ഡ് സെറ്റ് ഓഫ് എമർജൻസി കോഡ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, എന്താ മീൻ ചെയ്യുന്നത്? എവരി ഹോസ്പിറ്റൽ യൂസസ് ദ സെയിം കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഡ്യൂറിങ് ആൻഡ് എമർജൻസി സിറ്റുവേഷൻ. എമർജൻസി സിറ്റുവേഷൻസ് എല്ലാ ഹോസ്പിറ്റലും സെയിം കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ആണ് യൂസ് ചെയ്യുന്നത്. അതാണ് അത് മീൻ ചെയ്യുന്നത്. However, this standardization has not yet been implemented in India, although it has previously been recommended. And India, another is standardization. India ഇതുവരെ implement ചെയ്തിട്ടില്ല. Not yet been implemented in India. Although it has been previously been recommended. റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല എന്നാ പറയുന്നത്. However, this standardization has not yet been implemented in India, although it has previously been recommended. മുന്നത് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും എന്ത് ചെയ്യുന്നില്ല, ഇന്ത്യയിൽ അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. ഓക്കെ ആണോ പാരഗ്രാഫ്? ഇത് ആ ഒരു ഇതും കൂടി അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. സം കൺട്രീസും അത് അണ്ടർലൈൻ ചെയ്തു. അങ്ങനെ വേണേ ചോദിക്കാം. ഇംഗ്ലണ്ട് കാനഡയിലൊക്കെ ഏതാ ഉപയോഗിക്കുന്നത്? നാഷണലി സ്റ്റാൻഡർഡൈസ്ഡ് സെറ്റ് ഓഫ് എമർജൻസി കോഡാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ എമർജൻസി കോഡ്സിന്റെ ഒരു അഭാവം, ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇതില്ലെങ്കിൽ പല ഹോസ്പിറ്റലുകളിലും പല കോഡുകൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നെങ്കിൽ ആ കോഡ് പല എമർജൻസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നെങ്കിൽ ഹെൽത്ത് കെയർ സ്റ്റാഫിന്റെ ഇടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയും അവർക്ക് ആ കറക്റ്റ് സമയത്ത് അത് അവർക്ക് ഒരു കൺഫ്യൂഷൻ ആകുമ്പോൾ കറക്റ്റ് ആയിട്ട് പെട്ടെന്ന് അവർക്ക് എന്താണ് സ്പീഡ് ഓഫ് റെസ്പോൺസ് ചെയ്യാനുള്ള സ്പീഡ് കുറയും. അതിനോട് ഉടനടി പ്രതികരിക്കാൻ പറ്റില്ല. അതാണ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞേക്കുന്നത്. ഫയർ ചില ഹോസ്പിറ്റലില് ഏതാണ് ഇന്ത്യയുടെ ഡിസാസ്റ്ററിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ചില ഹോസ്പിറ്റലുകൾക്ക് അതിൻ്റെതായ എമർജൻസി കോഡ് ഉണ്ട്, സ്വന്തമായിട്ടുള്ള എമർജൻസി കോഡ് ഉണ്ട്. റെഡ് ആണ് ഫയറിനെ കാണിക്കുന്നത്. പിന്നെ അതിനകത്ത് ഇനി പിന്നെ പറഞ്ഞേക്കുന്ന ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഒക്കെ ചിലപ്പോ നമ്മൾ വേറെ ഇടയ്ക്കിടയ്ക്ക് അവര് വേറെ ഇത് മാറിപ്പോക്കോ അല്ലെങ്കിൽ ഷിഫ്റ്റ് പോലെ വേറെ ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴും ഇങ്ങനെ വരുമ്പോൾ എന്താ അവർക്ക് ശരിയായ സമയത്ത് ശരിയായ കോഡ്
അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ ചിലപ്പോൾ അവർക്ക് പറ്റാത്ത വരാം. ഇംഗ്ലണ്ടും കാനഡയിലും ഒരു നാഷണലി സ്റ്റാൻഡർഡൈസ്ഡ് സെറ്റ് ഓഫ് എമർജൻസി കോഡാണ് ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ എന്താ മെയിൻ ചെയ്യുന്നത്, എല്ലാ ആ ഹോസ്പിറ്റലുകൾ എവരി ഹോസ്പിറ്റലില് സെയിം കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ആണ് ഉപയോഗിക്കുന്നത്. ഡ്യൂറിങ് ആൻ എമർജൻസി സിറ്റുവേഷൻ, എമർജൻസി സിറ്റുവേഷൻസിൽ സെയിം കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ആണ് ഉപയോഗിക്കുന്നത്. ഇനി ഇന്ത്യയിൽ അത് മുന്നത് റെക്കമെൻഡ് ചെയ്തെങ്കിലും ഒരു സ്റ്റാൻഡർഡൈസ് ആയിട്ടുള്ള ഒരു കോഡ് അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. ക്ലിയർ ആണോ പാരഗ്രാഫ്? ഇനി ഒരു കൺക്ലൂഷൻ എന്ന് പറഞ്ഞൊരു ചെറിയ ഒരു പാരഗ്രാഫ് ഇതുകൂടി ഉണ്ട്. കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞേക്കാണ് കൺക്ലൂഷൻ. മനസ്സിലാക്കി വെച്ചാൽ അത് വായിച്ചു വെച്ചാൽ മതി. പെട്ടെന്ന് നോക്കി. ഓക്കെ അല്ലേ? അടുത്ത നോക്കാം നമുക്ക് കൺക്ലൂഷൻ. ഓക്കെ, എന്താണ് പറഞ്ഞേക്കുന്നത്? എമർജൻസി റെസ്പോൺസ് കോഡ്സ് ആർ കളർ കോഡഡ് ഇൻഡിക്കേറ്റേഴ്സ് used in healthcare facilities to alert all the relevant hospital staff members for potential issues arising in the hospital. First sentence ഒന്ന് underline ചെയ്തിട്ടേ. Alert the staff members. First sentence underline ചെയ്തിട്ടാ. ഫസ്റ്റ് സെന്റൻസ് ഓക്കെ. അപ്പൊ അവിടെ ചോദിക്കാം ഡാഷ് കോഡ്സ് ആൻഡ് കളർ കോഡഡ് ഇൻഡിക്കേറ്റേഴ്സ് ചോദിച്ച അവിടെ സെന്റൻസ് അങ്ങനെ തരാം. എമർജൻസി റെസ്പോൺസ് കോഡാണ്. ഒരു എമർജൻസി റെസ്പോൺസ് കോഡ് എന്ന് പറഞ്ഞ എന്താണ്? ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ ഉപയോഗിക്കുന്ന കളർ കോഡ് ചെയ്ത സൂചകങ്ങളാണ് ഒരു എമർജൻസി റെസ്പോൺസ് കോഡ്സ് എന്ന് പറയുന്നത്. ആ കളർ കോഡഡ് ഇൻഡിക്കേറ്റർ എവിടെ ഉപയോഗിക്കുന്നത്? യൂസ്ഡ് ഇൻ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്. ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ ഉപയോഗിക്കുന്ന കളർ കോഡഡ് സൂചകങ്ങളാണ്, ഇൻഡിക്കേറ്റേഴ്സ് ആണ് എമർജൻസി റെസ്പോൺസ് കോഡുകൾ എന്ന് പറയുന്നത്. ഓരോ കളറുകളും അതിൻ്റെതായ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ എമർജൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇതിനു വേണ്ടി ടു അലേർട്ട് ആക്കാൻ all the relevant hospital staff members, എല്ലാ ഹോസ്പിറ്റലിലെ സ്റ്റാഫിനെയും അലർട്ട് ആക്കാൻ. എങ്ങനെ? ഓക്കെ, for potential issuing arising in the hospital. ഹോസ്പിറ്റലില് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്രശ്നങ്ങള്, ഹോസ്പിറ്റലില് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്രശ്നങ്ങളെ കുറിച്ച് ഹോസ്പിറ്റൽ സ്റ്റാഫ് മെമ്പേഴ്സിനെ അലർട്ട് ആക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നു. എല്ലാ കാര്യങ്ങളെയും എല്ലാത്തിനെ കുറിച്ച് സ്റ്റാഫ് മെമ്പേഴ്സിനെ അറിയിക്കുകയാണ്. ഹോസ്പിറ്റലില് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു അപകടങ്ങള് സംഭവങ്ങളെ കുറിച്ച് ഹോസ്പിറ്റലിലെ സ്റ്റാഫിനെ അലർട്ട് ആക്കുന്നു. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തോട്ടോ. ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ ഉപയോഗിക്കുന്ന ഒരു കളർ കോഡഡ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് എമർജൻസി റെസ്പോൺസ് കോഡ് എന്ന് പറയുന്നത്. ഇതെന്താ? ആ ഹോസ്പിറ്റലിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പൊട്ടൻഷ്യൽ ഇഷ്യൂസ് അതേക്കുറിച്ച് എല്ലാ സ്റ്റാഫ് മെമ്പേഴ്സിനെയും എന്ത് ചെയ്യുന്നു? അലർട്ട് ആക്കുന്നു. എല്ലാ ജീവനക്കാരെയും ഇത് അലർട്ട് ആക്കുന്നു, അറിയിക്കുന്നു. നോക്കിയേ, എമർജൻസി ക്യാൻ ഒക്കർ അറ്റ് എനി ടൈം. എമർജൻസിന് എപ്പോ വേണമെങ്കിലും സംഭവിക്കാൻ പാടില്ലേ? അല്ലെ? ഏത് സമയത്തും നമുക്ക് സംഭവിക്കാം. എമർജൻസി ക്യാൻ ഒക്കർ. ഇപ്പൊ നേരത്തെ നമ്മൾ മുൻകൂട്ടി വെക്കുന്ന കാര്യമൊന്നും അല്ലാത്ത ഏത് സമയത്തും വേണമെങ്കിലും സംഭവിക്കാം. Effective communication is crucial to ensure swift response that protect the patient, visitors, staff and hospital property. Underline ചെയ്തോട്ടെ അത്. That is crucial. അപ്പൊ എന്ത് എമർജൻസി വേണമെങ്കിലും നമുക്ക് എപ്പോ വേണമെങ്കിലും സംഭവിക്കാമെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ?
ഏത് എന്താ പറയാ എമർജൻസി ഏത് സമയത്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പൊ നമ്മൾ എന്താണ് അതിന് ചെയ്യേണ്ടത്? ഒരു ഫലപ്രദമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ അല്ലെ, പേഷ്യൻസിന്, വിസിറ്റേഴ്സിന്, സ്റ്റാഫിന്, ഹോസ്പിറ്റൽ പ്രോപ്പർട്ടി എന്നിവയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്നുള്ളൊരു റെസ്പോണ്ട് വേണം. പിന്നെ നാളെ ആവട്ടെ, പിന്നെ ആവട്ടെ, അടുത്ത ദിവസം ആവട്ടെ, അങ്ങനെയല്ല. എമർജൻസി റെസ്പോൺസ്, സ്വിഫ്റ്റ് റെസ്പോൺസ്, വേഗത്തിലുള്ള ഒരു പ്രതികരണം ഉറപ്പുവരുത്തുക. അതിനെന്ത് വേണമെന്നാ പറഞ്ഞേക്കുന്നത്? എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഈസ് ക്രൂഷ്യൽ. ക്രൂഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? നിർണായകമാണ്. എന്തിനു വേണ്ടി? ടു എൻഷുർ സ്വിഫ്റ്റ് റെസ്പോൺസ്, ഒരു വേഗത്തിലുള്ള ഒരു പ്രതികരണം ഉറപ്പുവരുത്താൻ. എന്തിനു വേണ്ടി? ദാറ്റ് പ്രൊട്ടക്ട് ദ പേഷ്യന്റ്, വിസിറ്റേഴ്സ്, സ്റ്റാഫ് ആൻഡ് ഹോസ്പിറ്റൽ പ്രോപ്പർട്ടി. ക്ലിയർ അല്ലേ? ഹോസ്പിറ്റലിലെ പേഷ്യൻസിനെ, വിസിറ്റേഴ്സിനെ, സ്റ്റാഫിനെ, ഹോസ്പിറ്റൽ പ്രോപ്പർട്ടി ഇതിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പെട്ടെന്നുള്ള ഒരു റെസ്പോൺസ് ഉറപ്പുവരുത്താൻ എന്ത് വേണം? ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നിർണായകമാണ്. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഈസ് ക്രൂഷ്യൽ. ക്ലിയർ ആണോ? യെസ്. ഇനി നെക്സ്റ്റ് നോക്കി. അപ്പൊ ആ പാരഗ്രാഫിൽ ആ 2 സെന്റൻസും നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് തരാം കേട്ടോ. ഓക്കെ, ഇനി നോക്കിയേ. Communication technology clearly has a huge role to play in the event of various hospital emergencies, and it should be an integral part in the event of various hospitals emergencies, and it should be should be integral part of emergency handling plan. If you cannot communicate effectively, then your chances of adequately responding to the situation are greatly reduced. കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഈ ഹോസ്പിറ്റലിലെ നമ്മുടെ വിവിധ സാഹചര്യങ്ങളില്, പല ഇവന്റ്സുകളില്, സാഹചര്യങ്ങളില് അടിയന്തരമായിട്ട് എടുക്കുന്ന കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിക്ക് വലിയ പങ്കുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ക്രൂഷ്യൽ ആണ്, നിർണായകമാണ്. എന്തിനാ? ആ ഹോസ്പിറ്റലിലെ പല എമർജൻസീസ് അതിന് ഒരു ഫലപ്രദമായിട്ടുള്ള, ഒരു ക്ലിയർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി വളരെയധികം പ്രധാനമാണ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം. പിന്നെ അത് കൂടാതെ ആൻഡ് ഷുഡ് ഹാവ് ആൻ ഇന്റഗ്രൽ പാർട്ട്, ഇതൊരു ഇന്റഗ്രൽ പാർട്ട്, അനുയോജ്യമായ ഭാഗമാണ്. ഇതിന് ഇൻ ദ ഇവന്റ് ഓഫ് വേരിയസ് ഹോസ്പിറ്റൽ എമർജൻസീസ്, പല ഹോസ്പിറ്റൽ എമർജൻസീസ് അതിന്റെ ആ ഒരു സംഭവത്തിന് ഇന്റഗ്രൽ പാർട്ടാണ് ഏത്? എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വേണം. നമ്മളെല്ലാവരും അറിയേണ്ടത് ഒരു എമർജൻസി ഉണ്ടായി, അത് നമ്മൾ ഈ ഹോസ്പിറ്റൽ എമർജൻസി ഫോണിലൂടെ നമ്മളത് നമ്മളെ എല്ലാ സ്റ്റാഫിനെയും അറിയിക്കുക ചെയ്യുന്നത്. ആ കറക്റ്റ് സമയത്തുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരാള് മാത്രം അറിഞ്ഞിരുന്നെങ്കിൽ ഒരു നടപടിയാവില്ല അല്ലെ. ആ ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മള് ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ആ ഒരു എമർജൻസി സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അത് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ അത് കൂടാതെ ആ ഒരു ഇന്റഗ്രൽ പാർട്ടാന്ന് പറഞ്ഞു. ഒരു അടിയന്തര സാഹചര്യങ്ങളില് ഇതൊരു അവിഭാജ്യ ഘടകമാണ്. And it should be an integral part of any emergency handling plan. If you cannot communicate effectively, നമ്മളിനി ഫലപ്രദമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിലോ, കഴിയുന്നില്ലെങ്കിൽ എന്ത് പറ്റും? Then your chances of adequately responding to the situation are greatly reduced. അത് ഫലപ്രദമായിട്ട് നമ്മൾ ആ കറക്റ്റ് സമയത്ത് കമ്മ്യൂണിക്കേഷൻ നടത്തിയില്ലെങ്കിൽ ആ എമർജൻസി സിറ്റുവേഷനോട് പ്രതികരിക്കാനായിട്ടുള്ള നമ്മുടെ ആ ഒരു സാധ്യത കുറയും. കറക്റ്റായിട്ട് നമുക്ക് ആ ഇൻഫർമേഷൻ കിട്ടിയില്ലെങ്കിൽ നമുക്ക് അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അതാണ് ആ കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേഷൻ നമുക്ക് കിട്ടിയില്ലെങ്കിൽ, കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ, if you cannot communicate effectively, ഫലപ്രദമായിട്ട് ആ കാര്യം
കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ആ ചാൻസ് ഇല്ല കുറയും. ഇഫ് യുവർ ചാൻസ് ഓഫ് adequately responding to the situation, ആ ഒരു സാഹചര്യത്തോട് റെസ്പോണ്ട് ചെയ്യാനുള്ള ആ സാധ്യത എന്റെയും കുറയും. നമുക്കത് കറക്റ്റ് ആയിട്ട് ഇൻഫർമേഷൻ കിട്ടിയാലേ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ ഒരു അഭാവം നമുക്ക് ആ കറക്റ്റ് സമയത്ത് റെസ്പോണ്ട് ചെയ്യാനുള്ള സാധ്യതയെ കുറയ്ക്കുന്നു. അതിൽ നിന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. സാധ്യത വളരെ കുറയും. അതൊന്ന് അണ്ടർലൈൻ ചെയ്തു. ഇഫ് യു cannot communicate effectively, then your chances of adequately responding to the situation are greatly reduced. ആ സിറ്റുവേഷനോട് നമ്മള് എന്താ പറയാ, അതിനോട് പ്രതികരിക്കാനുള്ളത് ആ ഒരു ചാൻസ് പെട്ടെന്ന് തന്നെ കുറയും. The most commonly cited problem in emergency situation management is invariability communication breakdown. underline ചെയ്തിട്ടേ. എമർജൻസി മാനേജ്മെന്റ് ആ ഒരു സിറ്റുവേഷൻ, എമർജൻസി സിറ്റുവേഷൻ മാനേജ്മെന്റില് ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞതാണ് വേരിയബിലിറ്റി, ഇൻവേരിയബിലിറ്റി കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ഡൗൺ. കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാകുന്ന ബ്രേക്ക് ഡൗൺ ആണ്. എമർജൻസി സിറ്റുവേഷൻ മാനേജ്മെന്റിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ഡൗൺ ആണ്. അത് കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും തടസ്സങ്ങളോ കാര്യങ്ങളോ ഒക്കെ വരുന്നത് തന്നെയാണ്. എമർജൻസി സിറ്റുവേഷൻ മാനേജ്മെന്റില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ഡൗൺ ആണ്. If the emergency activities and the decision making being seriously affected by the vital information being lost or deleted. ഇനി നമുക്ക് എന്താ, ഇൻഫർമേഷൻ നമുക്ക് നഷ്ടപ്പെടോ, സുപ്രധാനമായിട്ടുള്ള വൈറ്റൽ ഇൻഫർമേഷൻ, സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങള് നമുക്ക് നഷ്ടപ്പെടുവോ, അല്ലെങ്കിൽ അത് നമുക്കത് ഇല്ലാതാവുകയോ ചെയ്യാം, ഡിലീറ്റഡ് ഇല്ലാതാവുകയോ ചെയ്യുകയാണെങ്കിൽ പല പ്രവർത്തനങ്ങളെയും പിന്നെ അതുപോലെ പല തീരുമാനമെടുക്കുന്നതിനെയും അതെന്തെങ്കിലും അഫക്ട് ചെയ്യും, ഗുരുതരമായി ബാധിക്കുന്നു. നമ്മൾ കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ആ കറക്റ്റ് സമയത്ത് നമുക്ക് അത് കറക്റ്റ് ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കാം? ആ കറക്റ്റ് ആയിട്ട് നമ്മളുടെ ആ പ്രവർത്തനങ്ങളെയോ അല്ലെങ്കിൽ തീരുമാനമെടുക്കുന്നതിനെയോ ഒക്കെ എന്ത് ചെയ്യുന്നു? അത് കുറയ്ക്കുന്നു. എമർജൻസി ആക്ടിവിറ്റീസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്, രണ്ട് കാര്യം കണ്ടോ? എമർജൻസി ആക്ടിവിറ്റീസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ബീങ് സീരിയസ്ലി അഫക്ട് ചെയ്യും ബൈ ഇൻഫർമേഷൻ ബീങ് ലോസ്റ്റ് ഓർ ഡിറ്റക്റ്റഡ്. സുപ്രധാനമായിട്ടുള്ള വിവരങ്ങൾ നഷ്ടപ്പെടുകയോ അത് ഡിലീറ്റ് ആവുകയോ ചെയ്യുകയാണെങ്കിൽ അതെന്തിനെ? എമർജൻസി ആക്ടിവിറ്റിനെയും അതിന്റെ തീരുമാനം എടുക്കാൻ ഡിസിഷൻ മേക്കിങ്ങിനെയും എന്ത് ചെയ്തു? സീരിയസ് ആയിട്ട് തന്നെ അഫക്ട് ചെയ്യുന്നു. Hence, എന്ത് വേണം? The right to technology if implemented correctly. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ശരിയല്ലെങ്കിൽ എന്ത് പറ്റും? അതിന്റെ പ്രവർത്തനങ്ങളെ, അതിന് എടുക്കുന്ന ശരിയായ ഡിസിഷൻ മേക്കിങ്ങിനെ ഒക്കെ സീരിയസ് ആയിട്ട് ബാധിക്കുന്നു പറഞ്ഞു, അഫക്ട് ചെയ്യും. Hence, അതുകൊണ്ട് എന്താണ്? The right technology is implemented correctly. ശരിയായിട്ട് നമ്മള് ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്തില്ലെങ്കിൽ, the right technology is implemented correctly. കറക്റ്റ് ആയിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? Can make a huge difference in emergency situation. എമർജൻസി സാഹചര്യങ്ങളില് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അല്ലെ? നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ശരിയായിട്ടില്ലെങ്കിൽ എന്ത് പറ്റും? ആ എമർജൻസി സിറ്റുവേഷനില് വളരെ വ്യത്യാസം ഉണ്ടാകും. Can make a huge difference in emergency situation. Emergency situations വലിയ വ്യത്യാസം ഉണ്ടാകും. The goal is for hospital to face in the implementation of the recommended codes so that the required material and training can be developed and offered at the time best suited the hospital employees. Okay.
അതുകൊണ്ട് ആൻസർ നോക്കിയോ കേട്ടോ. ശരിയായ ടെക്നോളജി നമ്മൾ കറക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണം. അതുകൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് hence the right technology is implemented correctly. അതിനെന്ത് വേണം? ശരിയായ ടെക്നോളജി നമ്മൾ എന്ത് ചെയ്യണം? ഇംപ്ലിമെന്റ് ചെയ്യണം, കറക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണം. ഇനി the goals is for hospital to face the implementation of the recommended course so that the required material and training can now be developed and offered at the time best suited for the employee. അപ്പോ അങ്ങനെ നമ്മള് ഹോസ്പിറ്റൽ നിർദ്ദേശിച്ചിട്ടുള്ള കോഡുകള് the goals is for hospital to face the implementation of the recommended codes. അതായത് ഹോസ്പിറ്റല് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള, ഹോസ്പിറ്റല് നിർദ്ദേശിച്ചിട്ടുള്ള കോഡുകൾ അത് നടപ്പിലാക്കണമെങ്കിൽ എന്ത് വേണം? ഘട്ടം ഘട്ടമായി അതിലേക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതാണ് അതിന്റെ ഗോൾ എന്ന് പറയുന്നത്. ഫേസ് ഹോസ്പിറ്റൽ ടു ഫേസ് ഇൻ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് റെക്കമെൻഡഡ് കോഡ് സോ ദാറ്റ്. അപ്പൊ അങ്ങനെ വരുമ്പോഴോ അതുവഴി നമുക്ക് എല്ലാ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ്, അതിന് വേണ്ട ട്രെയിനിങ് ഒക്കെ ഹോസ്പിറ്റൽ ജീവനക്കാർക്ക് ഏത് സമയത്തും ഏറ്റവും അനുയോജ്യമായ സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വികസിപ്പിക്കാനും അത് നൽകാനും കഴിയും. ഉണ്ടാവും. So that അതിനാണ് the required material and training can be developed. ഡെവലപ്പ് ചെയ്യാൻ പറ്റും and offer ചെയ്യാൻ പറ്റും at the time best suited for the hospital employee. Hospital employeeക്ക് കറക്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസും അതുപോലെ തന്നെ ട്രെയിനിങ്ങും അത് ഡെവലപ്പ് ചെയ്യാനും അത് കറക്റ്റ് ടൈമില് അത് നൽകാനും പറ്റും. Emergency response code help hospital personnel to understand how to effectively manage various emergency situation. അതാണ് ലൈൻ ചെയ്തോട്ടെ ആ സെന്റൻസ്. ഡാഷ് കോഡ് ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. എമർജൻസി റെസ്പോൺസ് കോഡ് ഹെൽപ്പ് ഹോസ്പിറ്റൽ പേഴ്സണൽ. എങ്ങനെയാ ഹോസ്പിറ്റൽ പേഴ്സണൽസിനെ സ്റ്റാഫിനെ ഹെൽപ്പ് ചെയ്യുന്നേ? എമർജൻസി റെസ്പോൺസ് കോഡുകൾ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നേ? to understand how to effectively, എത്രത്തോളം ഫലപ്രദമായിട്ട് നമുക്ക് പല സിറ്റുവേഷൻസിനെ മാനേജ് ചെയ്യാം. എമർജൻസി കോഡുകള് ഹോസ്പിറ്റൽ സ്റ്റാഫിനെ പല എമർജൻസി സിറ്റുവേഷൻസിന് എങ്ങനെ ഫലപ്രദമായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാമെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഹെൽപ്പ് ഡാഷ് ഇട്ട് ചോദിക്കാട്ടോ. Dash code help the hospital personnel to understand how to effectively manage various emergency situation. പല എമർജൻസി സിറ്റുവേഷനോട് എങ്ങനെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളത് എന്ത് സഹായിക്കുന്നു? എമർജൻസി കോഡുകള്, റെസ്പോൺസ് കോഡുകള് ഹെൽപ്പ് ചെയ്യുന്നു. Then hospital emergency management is a continuous process. ചെയ്തിട്ട് ഹോസ്പിറ്റൽ എമർജൻസി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് ഒരു ദിവസം 2 ദിവസം കൊണ്ട് തീരുന്ന കാര്യമാണോ? അത് എന്നുള്ളത് കണ്ടിന്യൂസ് പ്രോസസ് ആണ്, തുടർച്ചയായിട്ട് നടക്കുന്ന പ്രോസസ് ആണ്. റിക്വയറിംഗ് എന്ത് വേണം? സീംലെസ് ഇന്റഗ്രേഷൻ ഓഫ് പ്ലാനിംഗ് ആൻഡ് റെസ്പോൺസ് എഫേർട്ട് വിത്ത് ലോക്കൽ ആൻഡ് നാഷണൽ പ്രോഗ്രാംസ്. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യും. ഹോസ്പിറ്റൽ എമർജൻസി കോഡുകള് മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്നത് എന്ന് പറയുന്നത് ദേശീയമായിട്ടുള്ള നാഷണൽ ആയിട്ടുള്ള ഒരു പ്ലാനിങ്ങിന്റെയും സീംലെസ് ഇന്റഗ്രേഷൻ ഓഫ് പ്ലാനിങ്. ഹോസ്പിറ്റൽ എമർജൻസി മാനേജ്മെന്റ് എന്ന് പറയുന്നത് കൈകാര്യം ചെയ്യുന്നത് പ്രാദേശികവും ദേശീയപരമായിട്ടുള്ള പരിപാടികളുടെ ഒരു ഇന്റഗ്രേഷൻ, ആസൂത്രണത്തിന്റെയും അതുപോലെ തന്നെ പ്രതികരണ ശ്രമങ്ങളുടെയും ഒരു തടസ്സമില്ലാത്ത ഒരു സംയോജനം. സീംലെസ് ഇന്റഗ്രേഷൻ ആണ്, തടസ്സമില്ലാത്ത ഒരു സംയോജനമാണ് ഇന്റഗ്രേഷൻ. സീംലെസ് എന്ന് പറഞ്ഞാൽ തടസ്സമില്ലാത്ത,
കണ്ടിന്യൂസ് പ്രോസസ്. ഹോസ്പിറ്റൽ എമർജൻസി മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. തുടർച്ചയായിട്ടുള്ള ഒരു പ്രോസസ് ആണ്, തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ് ആണ്. എന്താവശ്യമാണ്? ഒരു തടസ്സമില്ലാത്ത സംയോജനം of planning and response effort with the local and national program. ദേശീയ പ്രാദേശിക പരിപാടികളുടെ ആസൂത്രണം ചെയ്യൽ എന്ന് പറയുന്നത് ആസൂത്രണത്തിന്റെയും അതിന്റെ റെസ്പോൺസ് പ്രതികരണത്തിന്റെയും ഒക്കെ അതിന്റെയൊക്കെ ഒരു എഫേർട്ട് ശ്രമങ്ങളുടെ ഒരു സീംലെസ് ഇന്റഗ്രേഷൻ ആണ്. The above layout can be useful to assist the hospital administrator and the emergency managers in responding effectively to the most likely emergency scenario, as well as while planning to implement emergency response plan in other small or large healthcare organization. നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ലേഔട്ട് കാര്യങ്ങള് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാരെയും അതുപോലെ എമർജൻസി മാനേജർമാരെയും ഏറ്റവും കൂടുതൽ സാധ്യത അടിയന്തര സാഹചര്യങ്ങളോട് നമുക്ക് റെസ്പോണ്ട് ചെയ്യാനായിട്ട് പ്രതികരിക്കുന്നതിന് മറ്റും വലുതോ ചെറുതോ ഒക്കെ ആയ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ എമർജൻസി പ്ലാൻ നടപ്പിലാക്കാനും അത് ആസൂത്രണം ചെയ്യാനും സഹായിക്കും. Emergency managers is responding effectively the most likely emergency scenario. Emergency situations അവരെ ഫലപ്രദമായിട്ട് ഹോസ്പിറ്റലിനെയും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിനെയും എമർജൻസി മാനേജേഴ്സിനെയും ഒക്കെ ഫലപ്രദമായിട്ട് റെസ്പോണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിന്റെ പ്രാപ്തമാക്കുന്നു. ഈ പറഞ്ഞ ലേഔട്ട് എന്തിന് സഹായിക്കുന്നു? Useful to assist the hospital administrator and the emergency manager. Hospital administrators-നെയും emergency managers-നെയും സഹായിക്കുന്നു. എങ്ങനെ? In responding effectively, ഫലപ്രദമായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ. എന്തിനെ? most likely emergency scenario, as well as while planning to implement emergency plan ചെയ്യാനും implement ചെയ്യാനും emergency response plan in small or large healthcare organization. വലുതോ ചെറുതോ ആയിട്ടുള്ള ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് ഈ എമർജൻസി റെസ്പോൺസ് പ്ലാന് ആസൂത്രണം ചെയ്യാനും ഇംപ്ലിമെന്റ് ചെയ്യാൻ നടപ്പിലാക്കുന്നതിന് സഹായിക്കുന്നു. അത്രയാണ് ആ കൺക്ലൂഷൻ ആയിട്ട് പറഞ്ഞേക്കുന്നത്. ആദ്യത്തെ സെക്ഷൻസിലൊക്കെ നമ്മള് എമർജൻസി കോഡുകള് ഹോസ്പിറ്റലിലെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് എമർജൻസി കോഡുകൾ വന്നില്ലെങ്കിൽ കൊണ്ടുവന്നില്ലേ ഹോസ്പിറ്റലിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ ഉണ്ടാക്കും എന്നാ പറഞ്ഞിരുന്നത് ആദ്യത്തെ ഭാഗങ്ങൾ. ജസ്റ്റ് കൺക്ലൂഷൻ പോലെ താഴെ കൊടുത്തേക്കുന്നത് എന്താണ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷനില് നമ്മൾ നല്ലൊരു എമർജൻസി റെസ്പോൺസ് കോഡുകള് അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അത് ഹോസ്പിറ്റലിനും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിനും എമർജൻസി മാനേജറിനും ഒക്കെ ആ സിറ്റുവേഷൻസ് ഫലപ്രദമായിട്ട് റെസ്പോണ്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അത്രയാണ് ആ ഒരു ചാപ്റ്റർ നമുക്ക് കേട്ടോ. എമർജൻസി കോഡുകൾ നമ്മൾ 2 ചാപ്റ്ററാണ് 7th മൊഡ്യൂളിൽ എടുത്തത്. 6th മൊഡ്യൂളില് നമ്മള് 2 ചാപ്റ്റർ എടുത്തു. ഫസ്റ്റ് മൊഡ്യൂളില് 1, 3 ചാപ്റ്റർ, പിന്നെ 8ാമത്തെ ചാപ്റ്റർ ഡിവൈഡ് ചെയ്തിട്ട് എടുത്തേ. ഞാൻ എടുത്ത സെക്ഷൻ അത്രയും. അപ്പൊ നിങ്ങള് നെക്സ്റ്റ് ട്യൂസ്ഡേക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കും? 1, 3 ചെറുതല്ലേ? 2, 3 ചെറുതല്ലേ? 1, 3 ചെറിയ ചാപ്റ്റർ അല്ലേ? പിന്നെ നമ്മള് 8ാമത്തെ ചാപ്റ്ററിൽ എടുത്തത് ആ 3 അതായത് 5th മൊഡ്യൂളിലെ ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചിട്ട് കേട്ടോ അടുത്ത ക്ലാസ്സിൽ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ നമുക്ക് എന്താ പറയാ മോക്ക് ടെസ്റ്റുകളിലൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇല്ലേ, അതൊക്കെ നമുക്കൊന്ന് ക്ലാസ്സിൽ ഒന്നുകൂടെ ഡിസ്കസ് ചെയ്ത് പോകാം. ഇത് വലിയ ബുദ്ധിമുട്ടില്ല അല്ലെ? ചാപ്റ്റർ എടുക്കുമല്ലോ. ഇത് എമർജൻസി കോഡ്. അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അതിനകത്ത് ആ കോഡുകളില്ലേ, ആ കോഡുകള് മൊഡ്യൂള് അല്ല ചാപ്റ്റർ. മൊഡ്യൂള് 5ലെ ചാപ്റ്റർ 1, 3, 8 ഇതില് നമ്മളെടുത്ത അത്രയും സെക്ഷൻ കേട്ടോ. അത്രയും നിങ്ങളൊന്ന് നോക്കിട്ടോ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് വന്നാൽ മതി. വായിച്ചിട്ട് വരുമ്പോ നമുക്ക് ക്വസ്റ്റ്യൻസ് ഞാൻ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ വായിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒന്ന് ആൻസർ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കാലോ. ഓക്കെ, അപ്പൊ നമുക്ക് അപ്പൊ അത്രയും കവർ ചെയ്യാം. നിങ്ങളെ സംബന്ധിച്ച് നല്ലൊരു ചാൻസ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഇത്രയും റിവിഷൻ ചെയ്യാനായിട്ട്. ഡേറ്റ് ഇതുവരെ നമുക്ക് അനൗൺസ് ചെയ്തിട്ടില്ല, കിട്ടിയിട്ടില്ല. നമ്മുടെ ചാപ്റ്റർ തീർന്നു.
അപ്പൊ നിങ്ങൾക്ക് ഇനിയുള്ള ക്ലാസ്സുകൾ ഞങ്ങൾക്ക് ഇവിടെ ഡേറ്റ് വന്നിട്ടില്ല. അപ്പൊ ആ ഡേറ്റ് വരേക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇന്ന് വരെ ഉണ്ടോ അത്രയും ദിവസം നമുക്ക് റിവിഷൻ തന്നെ കിട്ടും. നിങ്ങളെ സംബന്ധിച്ച് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. നിങ്ങളെ തൊട്ട് മുന്നേ ബാച്ചിന് കറക്റ്റ് ഒരു ദിവസം 2 ദിവസം മുന്നേ കൊണ്ട് അത്രയും വരെയും ക്ലാസ് ഉണ്ടായിരുന്നു. ഇവിടെ പെട്ടെന്ന് നിങ്ങൾ നല്ല കുട്ടികളായതുകൊണ്ടാട്ടോ, നല്ല കുട്ടികളായതുകൊണ്ടും പെട്ടെന്ന് നിങ്ങൾ റെസ്പോണ്ട് ചെയ്ത് പോകുന്നത് കൊണ്ടും നമുക്ക് പോർഷൻസ് ഇച്ചിരി നേരത്തെ നമ്മൾ തീർന്നു. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ച് നല്ലൊരു എക്സാമിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇട്ട് തരും കേട്ടോ. കറക്റ്റ് ആയിട്ട് ടെക്നിക്കലി നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് തരും. അതേക്കുറിച്ച് കൂടുതൽ പറയാനായിട്ട് നമുക്ക് മോളിൽ ഞങ്ങൾക്ക് അതിനുള്ളൊരു പെർമിഷൻ ഇല്ല. അത് ആ സെക്ഷനാണ്. ക്ലാസ്സുകൾ ഞങ്ങൾക്ക് ഉള്ളിൽ വരിക, പഠിപ്പിക്കുക, എന്തെങ്കിലും നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരിക, പിന്നെ ഇതുപോലെ റിവിഷൻ ചെയ്യുക, അത്രയും കാര്യങ്ങളാണ് ഞങ്ങൾ ബാധിക്കുന്നത്. ആക്കിയിട്ട് എക്സാമിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഇട്ട് തരും. ഇതുവരെ ഞങ്ങൾക്കും കിട്ടിയിട്ടില്ല, തിരിച്ചു വന്നിട്ടില്ല. ഞാൻ പറയാം. അപ്പൊ നിങ്ങൾക്ക് എന്ന് വരേക്കാണോ ക്ലാസ് ഉള്ളത് അതുവരേക്കും ഇനി നമുക്ക് റിവിഷൻ ചെയ്യാം. അതാണ് നിങ്ങളെ സംബന്ധിച്ച് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. നിങ്ങൾക്ക് ക്ലാസ്സിൽ തന്നെ നമുക്ക് കവർ ചെയ്ത് പോകാം. അപ്പൊ അത്രയും ടെൻഷൻ ഇല്ലല്ലോ. ഓരോ ചാപ്റ്റർ വൈസ് തന്നെ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാനുള്ള സമയമുണ്ട്. നിങ്ങൾ തൊട്ട് മുന്നേ ബാച്ചിന് ഒട്ടും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല റിവിഷൻ ചെയ്യാൻ. അതുകൊണ്ട് അവർക്ക് പരാതിയുമായിരുന്നു, റിവിഷൻ ചെയ്യാൻ അധികം സമയം കിട്ടിയില്ല, പെട്ടെന്ന് ക്ലാസ് നോക്കി. അപ്പൊ നിങ്ങൾ നല്ല കുട്ടികളായതുകൊണ്ടായിരിക്കും പെട്ടെന്ന് നമ്മുടെ ക്ലാസ് കഴിഞ്ഞല്ലോ. 7th തൊട്ടുള്ള 2 ചാപ്റ്റർ കഴിഞ്ഞു. ഓൾമോസ്റ്റ് എല്ലാവർക്കും കഴിഞ്ഞു എന്നാ തോന്നുന്നത് അല്ലേ? ഇഷ മാമിന്റെ കഴിഞ്ഞു എന്നാ പറഞ്ഞേ. പിന്നെ നെക്സ്റ്റ് ആദ്ര മിസ്സിന് നാളെയും കൂടി വെച്ചിട്ടുണ്ട് അല്ലെ? നാളത്തോടുകൂടി കഴിയോ? എല്ലാവരും തീരാറായി എന്നാ പറഞ്ഞേ 7th മൊഡ്യൂളില്. പിന്നെയുള്ള ക്ലാസ്സുകൾ ടീച്ചേഴ്സ് കയറുമ്പോ അപ്പൊ ഓരോരുത്തരും ഓരോ ടീച്ചേഴ്സും റിവിഷൻ ആയിട്ട് നിങ്ങൾക്ക് തരും. നമുക്ക് കുറച്ചും കൂടി പഠിക്കാനും ഒക്കെ എളുപ്പമായിരിക്കുമല്ലോ നിങ്ങൾക്ക്. ക്ലാസ്സിൽ തന്നെ ആ 1 മണിക്കൂർ തന്നെ നമുക്ക് അത്രയും ക്വസ്റ്റ്യൻസ് ഓരോ മൂലയും ഈ പറഞ്ഞത് നമുക്ക് ഓരോ ചാപ്റ്റർ വൈസ് തന്നെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പൊ പഠിക്കാത്തവർക്ക് നമുക്ക് ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുകയും ചെയ്യാം. അപ്പൊ ചൊവ്വാഴ്ചത്തേക്ക് എന്തായാലും നിങ്ങൾ ഇത് ഇത്രയും നോക്കിയിട്ട് വാ. ചാപ്റ്റർ 1ഉം ചാപ്റ്റർ 3യും 8ല് നമ്മൾ എടുത്ത അത്രയും സെക്ഷൻസ് അതിനകത്ത് ലാസ്റ്റത്തെ ഇതിനകത്തേക്ക് ആണെങ്കിലും ഞാൻ അടയാളപ്പെടുത്തി തന്നിട്ടുണ്ടല്ലോ. അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഓരോന്ന് എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. അത് നമ്മള് അത്രയും നോക്കുക. അത്രയും കാര്യങ്ങൾ നമുക്കപ്പോ അടുത്ത ട്യൂസ്ഡേ മുതൽ റിവിഷൻ ആയിരിക്കും ഈ ക്ലാസ്സുകളിൽ. എല്ലാ ടീച്ചേഴ്സും റിവിഷൻ അപ്പോ നിങ്ങൾക്ക് ക്ലാസ് എന്ന് വരേക്കും അടുപ്പിച്ച അന്ന് വരേക്കും റിവിഷൻ തരാം. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങളൊന്ന് വായിച്ചിട്ട് വരണം കേട്ടോ. ഒന്ന് വായിച്ചിട്ട് വരുമ്പോ നമുക്ക് ക്വസ്റ്റ്യൻസ് പറയുമ്പോ നിങ്ങൾക്ക് വേഗം ഇത് ചെയ്യാലോ, ആൻസർ ചെയ്യാം. അപ്പൊ നമുക്ക് അത്രയും പോർഷൻസും നമ്മുടെ അത് പഠിച്ചു പോകും നിങ്ങൾ. ഓക്കെ ഓക്കെ അല്ലേ? ഇതിനകത്താണെങ്കിലേ നമ്മുടെ ആ ആദ്യത്തെ സെക്ഷനുകളൊക്കെ എന്തായാലും ചോദിക്കും കേട്ടോ. 2ഓ 3ഓ ഇതൊക്കെ ചോദിക്കാറുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ റിവൈസ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. നമുക്ക് ആ കോഡുകളെല്ലാം നിങ്ങൾ പഠിച്ചു വെക്കണല്ലേ. ആദ്യത്തെ ആ പേജിലുള്ള ആദ്യത്തെ പേജിലുള്ളത് ഇതിനകത്ത് ഈ കോഡുകൾ ഈ ഒരു ബോക്സില്ലേ ആ ടൈപ്സ് ഓഫ് കോഡുകൾ ഉണ്ടില്ലേ, ആ കോഡും പിന്നെ താഴെ 1 2 3 എന്ന് പറഞ്ഞ ഇവിടെ എഴുതിയിട്ടില്ല. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഈ 2 കാര്യങ്ങളും നിങ്ങൾ അത് ഫുള്ള് തന്നെ പഠിക്കാം. ഓരോ കോഡുകളും തന്നെ ചോദിക്കാറുണ്ട് എന്തായാലും. ആ കോഡുകൾ കൃത്യമായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിടാം കേട്ടോ. ഈ ഒരു ഇതും പഠിക്കണം. പിന്നെ താഴെ ഞാൻ ക്ലാസ് എടുത്തപ്പോ തന്നെ പറഞ്ഞതാണ് 2ഓ 3ഓ കോഡ് തന്നെ ചോദിക്കാറുണ്ട്. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഇതിനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഒരുവിധമൊക്കെ കവർ ചെയ്ത് പോകാൻ പറ്റും. ഓരോ ചാപ്റ്റർ വൈസ് തന്നെ എടുക്കുക, അതായിരിക്കും നല്ലത്. അപ്പൊ ആ ചാപ്റ്ററിൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലും മോക്ക് ടെസ്റ്റുകളിലും ഒക്കെ ഏതൊക്കെ എത്ര ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് എന്നുള്ളത് നോക്കി തന്നെ പോകാം. അപ്പൊ അതിന്റെ നേരത്തെ തന്നെ നിങ്ങൾക്ക് നല്ല എക്സാമിനാണെങ്കിലും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാത്തിനും നേരത്തെയാണ് 3-4 മിനിറ്റ് മുൻപ് ക്ലാസ് അടുത്ത ക്ലാസ്സോടെ നമുക്ക് റിവിഷൻ എടുക്കാം കേട്ടോ.
അടുത്ത ക്ലാസ് തുടങ്ങി അടുത്ത ട്യൂസ്ഡേ മുതൽ നമുക്ക് റിവിഷൻ ആയിട്ട് പോകാം. അപ്പൊ 1ാമത്തെ ചാപ്റ്റർ, 3ാമത്തെ ചാപ്റ്റർ, 8ാമത്തെ ചാപ്റ്റർ നമ്മൾ എടുത്ത അത്രയും ആ ഒരു സെക്ഷൻ കൂടി നോക്കിയിട്ട് വാ. അപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും മോക്ക് ടെസ്റ്റിന്റെ ഇതും ഒക്കെ കൊണ്ടുവരാം. അപ്പൊ ഓരോ ചാപ്റ്ററിൽ തന്നെ 1ാമത്തെ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ ക്വസ്റ്റ്യൻസും വീണ്ടും ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ അല്ലേ? ക്ലാസ് എന്ന വൈകിട്ട് പീരിയോട്ടെ അടുത്ത ക്ലാസ് തുടങ്ങി നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു.